മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അജയ് നൽകും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്ലോറിഡയിലെ ട്രംപിന്റെ മാർ എ ലാഗോ റിസോർട്ടിലായിരുന്നു കൂടിക്കാഴ്ച. ഗാസ സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയായിരുന്നു ഇത്. അജയ് തന്നെ വിവരങ്ങൾ നൽകും. അജയ്, എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ കൂടിക്കാഴ്ച? ശ്രീജ, ഇപ്പോൾ നിലവിലെ ഈ സമാധാന പദ്ധതി അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാത്തതിൽ ട്രംപ് കടുത്ത അമർഷം അത് മാധ്യമങ്ങൾ വഴി തന്നെ മുൻപ് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആദ്യഘട്ട ചർച്ചകൾ അത് സുഗമമായി തന്നെ നടന്നു. ആദ്യഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഏറെക്കുറെ പൂർണ്ണമായി എന്ന് തന്നെ പറയാം. എന്നാലും നിലവിൽ ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് വിട്ടു നൽകാനുണ്ട് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഇവരുടെ ഈ ഒരു റാൻ ഗിലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൃതദേഹമാണ് ഇനിയും ഇസ്രായേലിന് ലഭിക്കാനുള്ളത്. ഇവരുടെ കുടുംബാംഗങ്ങളും കൂടി ഇന്നലെ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഈ മൃതദേഹം കൂടി ഹമാസ് വിട്ടു നൽകണം എന്ന ശക്തമായിട്ടുള്ള ആവശ്യം ട്രംപ് ഇന്നലെ ഉന്നയിക്കാൻ കൂടി മറന്നിട്ടില്ല. അപ്പോൾ ആദ്യഘട്ടം ഈ ഒരു മൃതദേഹത്തിൻ്റെ കാര്യം ഒഴിച്ചു നിർത്തിയാൽ ആദ്യഘട്ടം ഏറെക്കുറെ വിജയകരമായി തന്നെ പൂർത്തിയാക്കി. രണ്ടാം ഘട്ടം ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണെന്ന് അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നതാണ്. നമ്മളന്ന് ചർച്ച ചെയ്തപ്പോൾ ഉൾപ്പെടെ എടുത്തു സൂചിപ്പിച്ച കാര്യമാണ്. അതായത് രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായിട്ടുമുള്ളത് ഈ ഹമാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരായുധീകരണം, അവിടെ ഒരു ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരിക, ഈ ഇടക്കാല സർക്കാരിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡ് അതിന് നേതൃത്വം വഹിക്കുക, അതുപോലെ ഈ പൂർണ്ണമായിട്ടും ഈ പലസ്തീൻ മേഖലയിൽ നിന്ന് ഈ ഗാസ മുനമ്പിൽ നിന്നുള്ള ഈ ഇസ്രായേലിൻ്റെ പിന്മാറ്റം, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു കാര്യങ്ങൾ, ഈ ഒരു അന്താരാഷ്ട്ര സേനയെ ഗാസയിൽ വിന്യസിക്കുമെന്ന് പറഞ്ഞു, അവരുടെ ഈ വിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഈ രണ്ടാം ഘട്ടത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ ഈ രണ്ടാം ഘട്ടം വേഗത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ട്രംപും നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത്. നെതന്യാഹുവും ഈ രണ്ടാം ഘട്ടം വേഗം തന്നെ നടപ്പിലാക്കണം എന്നൊരാവശ്യം ട്രംപിനോട് ഉന്നയിച്ചു. അതുമാത്രമല്ല, ഇസ്രായേലിനിപ്പോൾ നിലവിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഹമാസ് മാത്രമല്ല അവർക്കൊരു ഭീഷണിയായിട്ടുള്ളത്, ഇറാൻ്റെ ഭാഗത്തു നിന്നും പിന്നെ അതുപോലെ തന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും അവർക്കുള്ള ഭീഷണികൾ, ആ ഒരു ആശങ്ക അദ്ദേഹം നെതന്യാഹു ട്രംപിനോട് പങ്കുവച്ചു. അപ്പോൾ നെതന്യാഹുവിനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ട്രംപ് ഇന്നലെ സ്വീകരിച്ചത്. നെതന്യാഹു യുദ്ധകാല പ്രധാനമന്ത്രിയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ ഒരു ഭരണാധികാരി അല്ല ഇസ്രായേൽ ഭരിച്ചിരുന്നതെങ്കിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ ഇന്ന് ഉണ്ടാകില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കേണ്ടതാണ് എന്നുൾപ്പെടെ ട്രംപ് പറഞ്ഞു വെച്ചു. അതുപോലെ ഹമാസിനെയും ഇറാനെയും ഹിസ്ബുള്ളയും ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടും ട്രംപ് സ്വീകരിച്ചു. അതായത് ഹമാസ് പൂർണ്ണമായിട്ട് നിരായുധീകരിക്കണം, അതാണ് അവർ പറഞ്ഞ വാക്ക് പാലിക്കണം, ഇല്ലെങ്കിൽ നരകതുല്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരും എന്നൊരു ഭീഷണി ഉന്നയിച്ചു. ഇറാൻ്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു ഭീഷണി കൂടി ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസത്തിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ അവർ അതേസമയം തന്നെ നിയന്ത്രിച്ചു വരുന്നുണ്ട്. പാകിസ്ഥാൻ അന്താരാഷ്ട്ര സേന വിന്യാസത്തിന് വേണ്ടി അവരുടെ സേനയെ അയക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൻ്റെ ചർച്ചകൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇന്നലത്തെ ഒരു കൂടിക്കാഴ്ച സഹായകരമായത്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്.